അങ്ങനെ ഋതുട്ടനെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ട് എൻ്റെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ദേവുവിനെയും കൊണ്ട് നഴ്സറിയിലോട്ട് പോന്നു. നഴ്സറിയിൽ വന്ന് കുറച്ച് നേരമൊക്കെ ആള് പേടിച്ച പോലെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഫ്രണ്ട്സിനെയും എല്ലാവരെയും കണ്ട് കുട്ടികളെയും കുറച്ച് പാരൻസിനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ ആൾ നന്നായിട്ട് ആക്റ്റീവായി കളിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ ഞാനിങ്ങോട്ട് പോകരുതെന്നായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോകുന്നുണ്ടെങ്കിൽ ഞാനും വരുന്നുണ്ട് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഞാൻ എങ്ങോട്ടേലും പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾ അവിടെ ഇഷ്ടത്തോടു കൂടി തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ദേവുട്ടി ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഋതുട്ടനാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അവൻ നഴ്സറിയിൽ പറഞ്ഞു വിട്ട സമയത്ത് നന്നായി കരച്ചിലായിരുന്നു. ഏകദേശം ഒരു 3 ആഴ്ചയോളം നിർത്താതെ കരച്ചിലായിരുന്നു. ടീച്ചേഴ്സാണെങ്കിലും നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിലും കൊണ്ടുപോകാൻ ചെല്ലുമ്പോഴും കൊണ്ടുവരുമ്പോഴും എപ്പോഴും ആൾ കരഞ്ഞിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ മുഖത്തൊരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. അത്രയും സങ്കടപ്പെട്ടായിരുന്നു നഴ്സറി എന്ന് പറയുന്നത് ആൾക്ക്. പക്ഷെ ദേവുട്ടി അങ്ങനെ ഒന്നുമല്ല.